അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാൻ സാബു അലി മട്ടാഞ്ചേരി. ഞാനിന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന വിഷയം ഫോർട്ട് കൊച്ചിയിലെ ബീച്ച് ഹെൽത്ത് ക്ലബിനെ കുറിച്ചാണ്. ഞാനതിൻ്റെ പ്രസിഡൻ്റാണ്. ഈ വരുന്ന ഫെബ്രുവരി മാസം, അതായത് 2025 ഫെബ്രുവരി മാസം ബീച്ച് ഹെൽത്ത് ക്ലബ്ബ് രൂപീകൃതമായിട്ട് 10 വർഷം തികയാണ്. വളരെ അഭിമാനത്തോടു കൂടിയാണ് ഈ വിഷയം അനൗൺസ് ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബീച്ച് ഹെൽത്ത് ക്ലബ്ബ്. ഫിറ്റ്നസ്, ചാരിറ്റി, മ്യൂസിക്, ഇത് മൂന്നും കോർത്തിണക്കിക്കൊണ്ടാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. 10 വർഷം മുമ്പ് ബീച്ചിൽ സ്ഥിരമായിട്ട് വരുന്ന കുറച്ച് ആളുകളുടെ ഒരേപോലെയുള്ള ചിന്ത, അത് കോർത്തിണക്കിയതാണ് ബീച്ച് ഹെൽത്ത് ക്ലബ്ബ് രൂപീകൃതമാകാനുള്ള കാരണം. അതായത് ഇന്ന് ഫിറ്റ്നസ് എന്ന് പറയുന്നത് ഒരു വ്യവസായമാണ്, ഒരു ബിസിനസ്സാണ്. അത് സാധാരണക്കാരനിക്കും പാവപ്പെട്ടവർക്കും അപ്രാപ്യമായ ഒരു മേഖല ആയി മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് പൊതുജനങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട്, തികച്ചും സൗജന്യമായിട്ട് നമ്മുടെ ക്ലബ്ബിൽ വന്ന് എക്സസൈസ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം നമ്മൾ ഒരുക്കിയത്. കാരണം ഒരുപാട് ആളുകൾ ബീച്ചിൽ നടക്കാനായിട്ടും ആരോഗ്യപരിപാലനത്തിനായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു അന്തരീക്ഷം വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ടെങ്കിലും നമ്മളുടെ നാട്ടിൽ അതില്ല. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിമ്മാണ് ബീച്ച് ഹെൽത്ത് ക്ലബ്ബ്. നമ്മൾ ആരോഗ്യപരിപാലനം മാത്രമല്ല, ചാരിറ്റി എന്ന് പറയുന്ന ഒരു പരിപാടി കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ കൂട്ടായ്മയിൽ ചാരിറ്റി ആസ്വദിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. കാരണം നമ്മളൊരാവശ്യം വന്നു കഴിഞ്ഞാൽ ഈ 10 വർഷക്കാലം 100 കണക്കിന് ചാരിറ്റി പ്രവർത്തനം, അതായത് സാമ്പത്തിക സഹായമായിട്ടും അല്ലാതെയും ഒക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. കല്യാണ ആവശ്യങ്ങൾക്കായിരുന്നാലും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിരുന്നാലും പിന്നെ മറ്റുള്ള പലതരത്തിലുള്ള സമൂഹത്തിലെ ബുദ്ധിമുട്ടുന്ന, കഷ്ടപ്പെടുന്ന ആളുകൾക്ക് താങ്ങും തണലുമാകാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത് അഭിമാനത്തോടു കൂടിയാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഞങ്ങൾ സഹായിക്കുന്ന ആരുടെയും ഫോട്ടോ എടുത്തിട്ട് ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊടുക്കാനോ അല്ലെങ്കിൽ അത് പ്രചരിപ്പിക്കാനോ അതുകൊണ്ട് വേറെ എന്തെങ്കിലും ലക്ഷ്യം ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും ഞങ്ങൾ ശ്രമിക്കാറില്ല. അത് ഞങ്ങൾ വ്യത്യസ്തമായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പിന്നെ മൂന്നാമത്തെ കാര്യം മ്യൂസിക്കാണ്. കൊച്ചിയുടെ ആത്മാവാണ് സംഗീതം. നമ്മൾ ചെറിയ രീതിയിലാണ് ആദ്യം ഒരു ചെറിയ ബോക്സ് വെച്ചിട്ട് നമ്മുടെ ക്ലബിലുള്ള അംഗങ്ങൾ പാട്ട് പാടി തുടങ്ങിയതാണ്. പക്ഷെ ഇന്ന് എല്ലാ ഞായറാഴ്ചയും ഞങ്ങളുടെ ക്ലബിലെ അംഗങ്ങളുടെ പാട്ട് കേൾക്കുന്നതിന് വേണ്ടിയിട്ട് കൊച്ചിക്കാർ മാത്രമല്ല, പുറത്തുനിന്നൊക്കെ ആൾക്കാർ വരാറുണ്ട്. ഞായറാഴ്ച രാവിലെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയും. അത് നല്ലൊരു ആംബിയൻസോടു കൂടി എല്ലാ ഞായറാഴ്ചയും രാവിലെ ആ പരിപാടി നടത്താറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന, നമ്മൾ പോയിൻ്റ് ഔട്ട് ചെയ്ത് ലക്ഷ്യം വെക്കുന്ന ഒരു പരിപാടിയാണ് ലഹരി വിരുദ്ധ പോരാട്ടം എന്ന് പറയുന്നത്. ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക് നമ്മൾ പ്രതീകാത്മകമായിട്ടുള്ള പരിപാടികളുടെയൊക്കെ കാലം അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അതിനേക്കാൾ ഉപരി നമ്മൾ വളർന്നു വരുന്ന തലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അവരെ അതിന് മാറ്റി നിർത്തണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങൾ അവർക്ക് ഒരുക്കി കൊടുത്തിട്ട് വേണം അതിനുള്ള പരിശ്രമം നടത്താൻ. അടിസ്ഥാന സൗകര്യമില്ലാതെ യുവതലമുറയെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നടക്കൂല എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ അവരെ ആകർഷിക്കുന്ന തരത്തിലുള്ള സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട കലയും സ്പോർട്സും കൊണ്ട് ലഹരിയെ പ്രതിരോധിക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞങ്ങൾക്കുള്ളത്. അപ്പോൾ ഞങ്ങൾ 10ാം വർഷം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഞങ്ങൾക്ക് സമൂഹത്തിൻ്റെ നാനാതുറകളിൽ നിന്ന് ഒരുപാട് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മളുടെ MLA അടക്കമുള്ള ആളുകൾ നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയും എല്ലാവരുടെ ഭാഗത്തു നിന്നും അത്തരം സഹായങ്ങളും സപ്പോർട്ടും ഒക്കെ ഉണ്ടാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ ഇനിയുള്ള ഒരുപാട് പരിപാടികൾ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് വഴിയെ എല്ലാവരും അറിയിക്കുന്നതായിരിക്കും. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു.